നമസ്കാരം. പിണറായി കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് CPM. ഭരിച്ചു നാട് കുട്ടിച്ചോറാക്കിയ മനുഷ്യനൊപ്പം സഹകരിക്കാൻ പാർട്ടിക്ക് ഇനി വയ്യെന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എത്തിച്ചേരുന്നത്. അതെ, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ആ പതനത്തിന്റെ പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന വികാരം CPM-നുള്ളിൽ തന്നെ അണപൊട്ടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDF നേരിട്ട കനത്ത പ്രഹരം വെറും ഒരു സാങ്കേതിക തിരിച്ചടിയല്ല, മറിച്ച് പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃത ഭരണശൈലിക്കെതിരെയുള്ള ജനരോഷത്തിന്റെ പ്രതിഫലനം തന്നെയാണ്. എന്നിട്ടും പാർട്ടി ഔദ്യോഗികമായി പുറത്തിറക്കുന്ന റിവ്യൂ റിപ്പോർട്ടുകളിൽ നിന്ന് ഭരണവിരുദ്ധ വികാരം എന്ന വാക്ക് ബോധപൂർവം വെട്ടിമാറ്റുന്നത് യാഥാർത്ഥ്യത്തിന് മുന്നിൽ കണ്ണടയ്ക്കുന്നതിന് തുല്യം തന്നെയാണ്. പിണറായിയെ ഭയന്ന് സത്യം വിളിച്ചു പറയാൻ മടിക്കുന്ന നേതാക്കൾ പാർട്ടിയെ വലിയൊരു അഗാധ ഗർത്തത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഭരണ തുടർച്ചയുടെ ലഹരിയിൽ ജനങ്ങളിൽ നിന്ന് അകന്ന ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറി എന്ന വിമർശനം ഇന്ന് CPM-ലെ യുവനിരയിൽ പോലും ശക്തവുമാണ്. മൂന്നാം തവണയും അദ്ദേഹത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കുമെന്ന് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തിരിച്ചറിയുന്നുണ്ടെങ്കിലും നേതൃത്വത്തിലെ യജമാന ഭക്തി തിരുത്താൻ നടപടികൾക്ക് ഇത് തടസ്സമാകുന്നുണ്ട്. 96-ൽ EK നായനാർ മുഖ്യമന്ത്രിയായ മാതൃക പിന്തുടർന്ന് പിണറായി മാറി നിൽക്കണമെന്ന ചർച്ചകൾ ഉയർന്നുവെങ്കിലും അചഞ്ചലമായ തന്റെ അധികാരാധിപത്യം വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള KK ശൈലജയെ പോലെയുള്ള നേതാക്കളെ പിന്തള്ളുന്നതും തോമസ് ഐസക്കിനെ പോലെയുള്ളവരെ ഒതുക്കുന്നതും പിണറായിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന ആക്ഷേപവും ശക്തമാണ്. മലബാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ CPM സ്വീകരിച്ച വർഗീയ വിരുദ്ധ ക്യാമ്പയിനുകൾ പോലും തിരിച്ചടിയായി മാറിയത് പിണറായിയുടെ തന്ത്രങ്ങളുടെ പാളിച്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രചാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPM-നെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് പോലും പിണറായിയുടെ നിഴലിൽ നിന്ന് മാറി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നത് പാർട്ടിയുടെ സംഘടനാ കരുത്തിനെ ക്ഷയിപ്പിച്ചു കഴിഞ്ഞു. ഭരണവിരുദ്ധത നിലനിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഇവരുടെ വാശി ഒരു കാലത്ത് ജനകീയമായിരുന്ന പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായും അടർത്തി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന നേതാവിനെ ചുറ്റിപ്പറ്റി മാത്രം രാഷ്ട്രീയം നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം നേരിടുന്നത് എന്നതാണ് വാസ്തവം. പാർട്ടിയേക്കാൾ വലുതാണ് താനെന്ന പിണറായിയുടെ ഭാവം CPM-ന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു. KN ബാലഗോപാലിനെയോ അതുപോലെ P രാജീവിനെയോ പോലെയുള്ള നേതാക്കളെ ഉയർത്തിക്കാട്ടി ഒരു മാറ്റത്തിന് പാർട്ടി ശ്രമിക്കാത്ത പക്ഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങേണ്ടതായി വരും. അധികാരം നിലനിർത്താൻ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിനേക്കാൾ ജനവികാരം മാനിച്ചുകൊണ്ട് നേതൃമാറ്റത്തിന് തയ്യാറാവുകയാണ് CPM ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പിണറായിയുടെ ഉരുക്കുമുഷ്ടിക്ക് കീഴിൽ ശ്വാസം മുട്ടുന്ന പാർട്ടിക്ക് അതിന് കഴിയുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭരണകൂട വിരുദ്ധതയേക്കാൾ ഉപരിയായി പിണറായി വിജയൻ എന്ന നേതാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള അമിത വ്യക്തിപൂജയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏകാധിപത്യപരമായ ഭരണശൈലിയുമാണെന്ന് പറഞ്ഞല്ലോ. താഴെത്തട്ടിലുള്ള പ്രവർത്തകർ മുതൽ പാർട്ടിയിലെ യുവ നേതാക്കൾ വരെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും മുഖ്യമന്ത്രിയുടെ അനിഷ്ടം ഭയന്നത് തുറന്നു പറയാൻ ആരും തയ്യാറാകുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം പ്രാദേശിക വിഷയങ്ങളാണെന്ന് പാർട്ടി റിപ്പോർട്ടുകളിൽ എഴുതി ചേർക്കുന്നത് സ്വയം വഞ്ചിക്കുന്നത് തുല്യമല്ലാതെ മറ്റെന്താണ്? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളും സാധാരണക്കാരെ ബാധിക്കുന്ന നികുതി വർധനവുകളും സൃഷ്ടിച്ച വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് LDF-ന്റെ അടിത്തറ തകർത്തത്. പക്ഷെ അത് മനസ്സിലാക്കാൻ സഖാക്കന്മാർ തയ്യാറാകുന്നില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുതിയൊരു മുഖത്തെ ഉയർത്തിക്കാട്ടാൻ പാർട്ടി തയ്യാറാകാത്തത് പിണറായിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. വടകരയിലെ തോൽവി ശൈലജ ടീച്ചറുടെ പരാജയമല്ല, മറിച്ച് അവർക്ക് പാർട്ടിയിൽ ലഭിക്കേണ്ട പ്രാധാന്യം തടയാൻ പിണറായി വിഭാഗം മെനഞ്ഞ തന്ത്രങ്ങളുടെ ഫലമായിട്ടാണ് പലരും നോക്കിക്കാണുന്നത്. തോമസ് ഐസക്കിനെയും KK ശൈലജയെയും പോലുള്ള ജനകീയ മുഖങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ബിംബം മാത്രം വിൽക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിയെ കൂടുതൽ ഒറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. MV ഗോവിന്ദനെ പോലെയുള്ള സംഘടനാ നേതാക്കൾക്ക് ഭരണകൂടത്തിന് മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥ CPM-നെ ഒരു കുടുംബ പാർട്ടി എന്ന നിലയിലേക്കാണ് തരം താഴ്ത്തിയിരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ പിണറായി വിജയൻ നേരിട്ട് നേതൃത്വം നൽകിയ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രചാരണം മലബാറിൽ വൻ പരാജയമായി മാറിയത് CPM-ന്റെ രാഷ്ട്രീയ ബോധമില്ലായ്മയാണ് തുറന്നു കാണിക്കുന്നത്. മതപരമായ വിഷയങ്ങളെ വോട്ടാക്കി മാറ്റാനുള്ള ഇത്തരം നീക്കങ്ങൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി.
സ്വന്തം അണികൾ പോലും മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് രഹസ്യമായി ചർച്ച ചെയ്യുമ്പോൾ പാർട്ടി കമ്മിറ്റികൾ വെറും സ്തുതിപാഠകരായിട്ട് നേതാക്കൾ മാറുന്നത് ദയനീയമായ കാഴ്ച തന്നെ. പിണറായി വിജയൻ എന്ന വ്യക്തിയിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-ന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പതനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സ്വയം വിശ്വസിക്കുന്ന നേതാക്കൾക്ക് തെരുവിൽ നിന്ന് ജനങ്ങൾ നൽകുന്ന മറുപടി തിരിച്ചറിയാൻ കഴിയാത്തത് അധികാരത്തിന്റെ ധാർഷ്ട്യം കൊണ്ടാണ്. പിണറായി വിജയൻ പ്രചാര രംഗത്ത് മാത്രം ഒതുങ്ങി നിന്ന് പുതിയൊരു നേതൃത്വത്തിന് വഴിമാറി കൊടുക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന് ഇനി രക്ഷപ്പെടാനുള്ള ഏക മാർഗം. എന്നാൽ അധികാരം വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറാവാത്തതും പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര കേന്ദ്രമായി അദ്ദേഹം തുടരുന്നതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നാശത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്ന് പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് മാത്രമാണ് കേരള രാഷ്ട്രീയം, അതായത് ഇടതുപക്ഷ രാഷ്ട്രീയം ഒതുങ്ങി നിൽക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിന് നൽകുന്ന രാഷ്ട്രീയ ആയുധങ്ങൾ വളരെ വലുതാണ് കേട്ടോ. LDF-നുള്ളിലെ ഈ ആഭ്യന്തര കലഹങ്ങളും ആശയക്കുഴപ്പങ്ങളും കൃത്യമായി വിനിയോഗിക്കാനാണ് UDF-ഉം അതുപോലെ BJP-യും ലക്ഷ്യമിടുന്നത്. പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ UDF ജനകീയ സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ CPM-ന്റെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കി ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനാണ് BJP ശ്രമിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ യുവനിരയുടെ അതൃപ്തിയും മുതിർന്ന നേതാക്കളുടെ നിസ്സഹായതയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും പിണറായിക്കെതിരെ ഉയരുന്ന രഹസ്യ നീക്കങ്ങൾ പ്രതിപക്ഷം ഇതിനകം തന്നെ തങ്ങളുടെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞു. മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യം ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് തിരിച്ചറിയുന്ന പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ വ്യക്തിപരമായ വീഴ്ചകളെയും അതുപോലെ തന്നെ കുടുംബത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെയും നിരന്തരം ചർച്ചയാക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും മുഖ്യമന്ത്രിയുടെ നിഴലിൽ ഒതുങ്ങിപ്പോകുന്നത് CPM അണികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല, ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന പലതും വിഡ്ഢിത്തവുമാണ്. KK ശൈലജയെയും തോമസ് ഐസക്കിനെയും പോലെയുള്ള തഴയുന്നതിലൂടെ പാർട്ടിയിലെ ജനാധിപത്യം മരിച്ചു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് CPM-ന് കൃത്യമായി മറുപടി നൽകാനും സാധിക്കുന്നില്ല. കൃത്യമായിട്ട് അത് ഉപയോഗിക്കാനും UDF-ന് സാധിക്കുന്നുമുണ്ട്. മലബാറിലെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിനെയും അതേപോലെ മുസ്ലിം ലീഗിനെയും കടന്നാക്രമിക്കുന്നതിലൂടെ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താമെന്ന പിണറായിയുടെ കണക്കുകൂട്ടൽ തെറ്റിയെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ ഉറപ്പാക്കുകയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള വിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനെ താഴെ ഇറക്കണമെന്ന LDF പ്രവർത്തകരുടെ പോലും ആഗ്രഹം ജനവികാരമായി മാറിയ സാഹചര്യത്തിൽ ഭരണമാറ്റം എന്നത് കേരളത്തിൽ ഒരു അനിവാര്യതയായി പ്രതിപക്ഷം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന യുവ നേതാക്കളുടെ ആവശ്യം പാർട്ടി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അത് ഇടതുമുന്നണിയുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് തന്നെ കാരണമായി വരും. പുതിയൊരു നേതൃത്വത്തെ ഉയർത്തി കാണിക്കാൻ വൈകുന്നത് വോട്ടർമാർക്കിടയിൽ പാർട്ടിയുടെ വിശ്വാസ്യത തന്നെയാണ് തകർക്കുന്നത്. പിണറായിയുടെ ഏകാധിപത്യവും പാർട്ടിയുടെ സംഘടനാ നയങ്ങളിലെ പാളിച്ചകളും ഉയർത്തി കാണിച്ച് പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോൾ ഒരു തിരുത്തൽ നടപടിക്ക് CPM തയ്യാറാകാത്തത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. ഭരണവിരുദ്ധതയുടെ തിരമാലകൾക്ക് മുന്നിൽ പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ തകരുന്ന കാഴ്ചയായിരിക്കും വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ.